ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാന്ന് വെച്ചാൽ ഓവർ സൈസ്ഡ് ടീഷർട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നിൽ തന്നെ ഞാൻ ഓവർ സൈസ്ഡ് ഷർട്ടിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കാണാം. അപ്പോൾ ഓവർ സൈസ്ഡ് ടീഷർട്ട് തിരഞ്ഞെടുക്കുന്നവരൊക്കെ എൻ്റെ വീഡിയോസ് കാണാൻ വരിക. എന്നെ വീഡിയോസ് സബ്സ്ക്രൈബ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഡ്രസ്സ് വന്നിട്ട് അടിപൊളി ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സൈസ് കൂട്ടിയിട്ടാണ് എടുത്തത്, മീഡിയം ആണ് എടുത്തത്. പക്ഷെ എനിക്കൊരു ഇത്തിരി ലൂസ് കൂടിയോ എന്നൊരു ഡൗട്ട്. പക്ഷെ ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് ഡ്രസ്സ് വന്നിട്ട്. റൗണ്ട് നെക്ക് ആണ്, ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു കോഫി റിലേറ്റഡ് പിക്ചർ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രീൻ കളറാണ്, നല്ലൊരു ഗ്രീൻ ആണ്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനത്തെയാണോ അങ്ങനെ തന്നെയാണ് കേട്ടോ. ശരിക്കും ചില ഡ്രസ്സസ് എനിക്ക് മനസ്സിലാവാറുണ്ട്, വീഡിയോയിൽ കാണുമ്പോൾ വേറൊരു കളറായിട്ട് തോന്നാറുണ്ട്. അപ്പൊ അത് ഞാൻ പറയാറുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, മീഡിയം ആണ്. ഇത് സ്മോൾ തൊട്ടിട്ട് 6XL വരെ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുന്നത്തെ വീഡിയോസിലൊക്കെ എന്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു 5XLന്റെ അല്ലെങ്കിൽ 6XLന്റെ ഒക്കെ വീഡിയോസ് ചെയ്യുമെന്ന്. അപ്പൊ അവർക്കാണ് ഈ ഒരു ഡ്രസ്സ് അടിപൊളിയായിട്ട് ചേരും. വേണ്ടവർ ഇതൊന്ന് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്താൽ മതി. ഇതിന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇതിന്റെ ബ്ലാക്ക്, ഡാർക്ക് ഗ്രീൻ, വൈറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ്, അത് വേണമെങ്കിൽ അത് ചൂസ് ചെയ്താൽ. മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ. ഡ്രസ് എന്താ നോക്കാം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടീഷർട്ട്. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ട് ആണ്. റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത്. ഇത് ഈ ഒരു ഡിസൈൻ അടിപൊളിയാണ് കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. പിന്നെ 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ട് എന്താണ്, നല്ല സൈസും നല്ല ലൂസിലൊക്കെ കിടക്കുന്ന ഒരു ഓവർ സൈസ്ഡ് അടിപൊളി ഷർട്ട് കേട്ടോ, ടീഷർട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ മിക്ക ആൾക്കാർക്കും ബ്ലാക്കിൽ വരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 206 രൂപയാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. പിന്നെ ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ്. തൊട്ടിട്ട് XXL വരെയാണ് കേട്ടോ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കോഡ് ഞാൻ കൊടുക്കാം. ഇടയ്ക്കൊന്ന് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കോഡെന്ന്. അപ്പൊ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി. അത്രയും ഡിമാൻഡ് ഉള്ള സാധനമാണ്. മീഡിയം ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, കോട്ടൺ മെറ്റീരിയൽ ആണ്. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ബിലോ. അപ്പൊ അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ടീഷർട്ട് വന്നിട്ട് ഇതാണ് ടീഷർട്ട്. അതിന്റെ തന്നെ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് ജസ്റ്റ് ലവ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതായത് റൗണ്ട് നെക്ക് ആണ്, സ്ലീവ് അതേപോലത്തെ സ്ലീവ് തന്നെയാണ്. പിന്നെ വന്നിട്ട് എന്താ, കോട്ടൺ മെറ്റീരിയൽ ആണ്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, സ്മോൾ തൊട്ടിട്ട് XXL വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം ആണ്. ഇതൊക്കെ ഞാൻ ചിരിച്ചോണ്ട് പറയുന്നത്, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി പറയാണ് കേട്ടോ. കാരണം ഇതിൽ കളർ ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ. പിന്നെ പ്രൈസിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. 269 രൂപയാണ്. ഇതിന് കുറച്ച് കൂടുതലാണ്, 269 രൂപയാണ്. അതിന് 206 രൂപയായിരുന്നു കേട്ടോ. പിന്നെ ഇത് വൈറ്റും അത് ബ്ലാക്കും ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോസ്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് വേണ്ടതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ പറയാൻ എന്താ വെച്ചാൽ, എൻ്റെ വീഡിയോസിൽ ഏറ്റവും നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തൊരു വീഡിയോ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് ഏതാണെന്ന് ഒന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോ ഏതാണെന്നും വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിന്റെ സെലക്ഷനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് പറയാം കേട്ടോ. ഏതൊക്കെ ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടം, എങ്ങനത്തെ ഡ്രസ്സ് ഞാൻ ചെയ്യുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നോക്കാം. ഇപ്പൊ എൻ്റെ ഒരു സജഷനായിട്ട് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഡ്രസ്സാണ് കൂടുതലായിട്ടും എല്ലാവർക്കും ആവശ്യം എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളുടെ ഡ്രസ്സ് എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. കിഡ്സ് വെയർ, ബേബി ഗേൾ ആണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. പക്ഷെ ഈയിടെയായിട്ട് ഞാൻ ബേബി ബോയ്സിന്റെ ഡ്രസ്സാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. അപ്പൊ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വലിച്ചു നീട്ടുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.